അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രത്യേകത എന്തുവാണെന്ന് വെച്ചാൽ നമ്മുടെ ഫൈസ് മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കേക്കൊന്നും മേടിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു. എന്നാലും ഉച്ച കഴിഞ്ഞപ്പോൾ തീരുമാനം മാറി. ഒരു കേക്കൊക്കെ മേടിച്ച് അങ്ങ് മുറിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ കൊയിലോം ബേക്കറിയിലോട്ട് പോയി ഒരു കേക്കൊക്കെ വാങ്ങി റെഡിയാക്കി. റെഡ് വെൽവെറ്റിൻ്റെ കേക്കായിരുന്നേ. രണ്ടവർ പേരൊക്കെ എഴുതി റെഡിയാക്കി തന്നു. അങ്ങനെ പിന്നെ നേരെ വീട്ടിലോട്ട് വന്നപ്പോൾ എന്നാൽ ഒരു പായസം കൂടെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഫൈസൂന് ഇഷ്ടം സേമിയയാണ്. അങ്ങനെ എന്നാൽ സേമിയ പായസം വെക്കാമെന്ന് വിചാരിച്ചു. സാധനമെല്ലാം നമ്മുടെ കടയിലുള്ളതുകൊണ്ട് പിന്നെ വേറെ പുറത്തുനിന്നൊന്നും പോയി മേടിക്കണ്ട. അങ്ങനെ നേരെ ഞാൻ സാധനമൊക്കെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് നേരെ വീട്ടിൽ വന്നു. നോമ്പായതുകൊണ്ട് നേരത്തെ വരുവേ, ഇതൊക്കെ റെഡിയാക്കണ്ടേ. അങ്ങനെ പിന്നെ ദാണ്ട് നെയ്യൊക്കെ ഒഴിച്ചു. നമ്മുടെ സേമിയ ഒന്ന് വറക്കുവാണേ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് വറക്കണം. അതാണ് ടേസ്റ്റും അതാ ഒരു കാണാനൊരു ഭംഗിയും. അങ്ങനെ ദാണ്ട് ഗോൾഡൻ ബ്രൗൺ കളർ വരെയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ നല്ല ചൂട് വെള്ളം തിളപ്പിച്ചൊഴിച്ച് അത് നല്ലതായിട്ടൊന്ന് വേവിച്ചു. അതിന് ശേഷമാണ് പാലൊഴിച്ചത്. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചൗവരയൊക്കെ വേവിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതൊന്നും എടുക്കാൻ ഉള്ള ടൈം കിട്ടിയില്ലെന്നുള്ള വാങ്ക് വിളിക്കാനുള്ള സമയം കൂടെ അടുത്ത് വന്നിട്ടുണ്ട്. നോമ്പ് തുറക്കണമല്ലോ. അങ്ങനെ പിന്നെ പറ്റുന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പായസം ഏകദേശമൊക്കെ റെഡിയായി സെറ്റാക്കി നമ്മൾ വെച്ചു. അതിനുശേഷം നോമ്പൊക്കെ തുറന്നു. പിന്നെ എക്സാം അടുത്ത് വന്നു. അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് പഠിപ്പിക്കണമായിരുന്നു. അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 9:30 ആയി കേക്ക് മുറിക്കാൻ ഇരുന്നപ്പം. എന്നുവെച്ചാൽ സിജിയാക്കായും കടയിലാണേ. സിജിയാക്കായും കൂടെ ഒക്കെ വരണമായിരുന്നു. എല്ലാവരും കൂടി ഇല്ലാതെ എന്തോ ആഘോഷം. അപ്പോൾ പിന്നെ എല്ലാവരും ഒരു 9:30 9:45 എത്തി. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് കേക്കൊക്കെ മുറിച്ചു. പിന്നെ ഫൈസൂൻ്റെ അത്ത നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ കോളിൽ വിളിച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. പിന്നെ അതായിരുന്നു ഒരു സങ്കടം. കാരണം ഒരു പ്രോഗ്രാമിനും ഒരു ഫംഗ്ഷനും ഒന്നും കൂടാൻ പറ്റില്ല. എല്ലാം ഈ വീഡിയോ കോളിൽ കൂടെ തന്നെ. അങ്ങനെ പിന്നെ ദാണ്ട് നമ്മുടെ പായസം കേക്ക് ഒക്കെ റെഡിയാക്കി നമ്മൾ വെച്ചു. അതിനുശേഷം ദാണ്ട് ഫൈസൂൻ്റെയും നൈറ പെണ്ണിൻ്റെയും ഫാബിയുടെയൊക്കെ എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും വക കുറച്ച് ഫോട്ടോഷൂട്ട് ആണല്ലോ മെയിനായിട്ട് നമ്മൾ നടത്തുന്ന കാര്യം. കുറച്ച് ഫോട്ടോസ് എടുക്കണം. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു സന്തോഷം. അങ്ങനെ ഫോട്ടോസ് എടുത്തൊക്കെ കഴിഞ്ഞു. കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ദാണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായിലൊക്കെ വെച്ച് കൊടുത്തു കേക്കൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഒരു രസം. സിജിയക്കയുടെ 2 മക്കളാണ് ഈ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന വലിയ 2 ആളുകൾ. അവന്മാർ രണ്ടും കേക്ക് കട്ടിങ് കഴിഞ്ഞ ഉടനെ ആ സാധനം എടുത്ത് വായിലിട്ടു. ആരും അറിഞ്ഞില്ലെന്ന് അവന്മാരുടെ വിചാരം. പക്ഷേ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, എല്ലാം നമ്മുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കട്ട് ചെയ്ത് വായിൽ വെച്ച് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അതിലിരുന്ന ചെറിയെല്ലാം അവൻ സ്വന്തമായിട്ട് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. എല്ലാവർക്കും പിന്നെ കട്ട് ചെയ്ത് ഓരോ ഭാഗം വേണ്ടി കൊടുക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ ഓൾ ഇൻ ഓളാണ് നമ്മുടെ ദാസനനും കടയിൽ നിന്ന് വന്നു. അങ്ങനെ പിന്നെ ദാസനനും കേക്കൊക്കെ മുറിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ഷിഫാക്ക ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു മാത്സും സയൻസിൻ്റെയൊക്കെ ഒരു ബുക്ക്, അതും ഒരു ഗ്ലിറ്ററിൻ്റെ ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ അടുക്കളയിലോട്ട് നമുക്ക് നേരെ പോവാം. അപ്പം നമ്മുടെ നോമ്പ് തുറന്നപ്പോൾ തൊട്ടുള്ള പാത്രങ്ങളെല്ലാം അടുക്കളയിൽ കിടപ്പുണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ നല്ല വൃത്തിയാക്കി ക്ലീനാക്കി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും ഒന്ന് കൂട്ടത്തിൽ കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.